അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയാം ഞാൻ കുറെ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ടെന്ന്. കുറെ നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4-5 മാസം. മടിയായതുകൊണ്ടും സമയമില്ലാത്തതുകൊണ്ടൊന്നും അല്ല, മനസ്സുകൊണ്ട് ഞാൻ ശരിക്കും ഔട്ട് ഓഫ് സോൺ ആണ്. ഇമോഷണലി ഒന്ന് സ്ട്രോങ് ആകുക എന്നതാണ് ഈ വ്ളോഗിന്റെ ലക്ഷ്യം. എല്ലാ മനുഷ്യന്മാരും നാച്ചുറലി അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് ഡിസ്കണക്ട് ആയി പോവാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ഡിസ്കണക്ട് ആയി പോയിട്ട് പിന്നെ തിരിച്ച് ട്രാക്കിലോട്ട് ആവുക എന്ന് പറയുന്നത് കുറച്ച് പാടുപിടിച്ച പരിപാടിയാണ്. എനിവേ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് തന്നെ ഞാൻ ആ ഡിസ്കണക്ഷനിൽ നിന്നൊന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയാണ്. ബിക്കോസ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യോ ഇല്ലെന്ന് പോലും എനിക്ക് നന്നായിട്ട് അറിയത്തില്ല. ഇനി എങ്ങാനും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്താൽ തന്നെ ആരെങ്കിലും കാണുമോന്നും എനിക്ക് അറിയത്തില്ല. കാരണം കുറെ പേരൊക്കെ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ എന്റെ ചാനൽ ഫുള്ള് ഡൗൺ ആണ്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്തെങ്കിലും ഒരു കമന്റ് ഇടണം, എനിക്കൊന്ന് അറിയാൻ വേണ്ടി ആരൊക്കെ എന്റെ വീഡിയോ കാണുന്നുണ്ടെന്ന്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് പോലെ ഇരിക്കും അടുത്ത വീഡിയോ ഞാൻ ഇടണോ വേണ്ടയോ എന്നുള്ളത്. എന്തായാലും ഞാനെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങുക. എനിക്ക് എന്റെ മൈൻഡിനെ ഒന്ന് റിലാക്സ് ചെയ്യണം. നമുക്ക് എത്ര വലിയ പെയിൻ ഉണ്ടെങ്കിലും അതിനെ ഹീൽ ചെയ്യാൻ നേച്ചറിന് കഴിയുമെന്നല്ലേ പറയാറ്. അതുകൊണ്ട് തന്നെ എന്റെ ഉള്ളിലോട്ട് ആദ്യം വന്നത് എംപ്റ്റി ആയിട്ടുള്ള റോഡും വെള്ളച്ചാട്ടവും മൂടൽമഞ്ഞും മലയും കുന്നും ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇതെല്ലാം ഒരുമിച്ച് കിട്ടുകയും വേണമല്ലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തൊടുപുഴയാണ്. ആലുവയിൽ നമ്മൾ മൂവാറ്റുപുഴ എത്തിയപ്പോഴാണ് വണ്ടിയുടെ ടയറിന് ചെറിയ ഏറുകുറവ് പോലെ തോന്നിയത്. എന്തായാലും പെട്രോൾ അടിക്കാൻ കയറി, അപ്പൊ പിന്നെ എയറും കൂടെ ചെക്ക് ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചു. എയറൊക്കെ ചെക്ക് ചെയ്ത് പോവാൻ വേണ്ടി നിന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. ഞാൻ ഇട്ടിരുന്ന ടീഷർട്ട് നല്ലപോലെ മുഷിഞ്ഞതായിരുന്നു. അങ്ങനെ ആ പമ്പിലെ ബാത്റൂമിൽ തന്നെ കയറി ആ ടീഷർട്ട് അങ്ങ് മാറി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന തൊടുപുഴയാണ്. ഇപ്പൊ തന്നെ ഇച്ചിരി വൈകിട്ടുണ്ട്. കാരണം ഓരോ സ്ഥലത്ത് നിർത്തുമ്പോഴും ഈ ക്യാമറ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ഷോട്ടുകളും ഞാൻ 1-2 പ്രാവശ്യമൊക്കെ എടുത്തതായിരിക്കും. പിന്നെ റിപ്പീറ്റ് ആയിട്ട് എടുക്കാത്ത ഒരേ ഒരു ഷോട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ബാത്റൂമിൽ ഒരു ക്ലാമ്പ് പോലൊരു സാധനം പുറത്തോട്ട് തള്ളിയിരിപ്പുണ്ടായിരുന്നു. അതിലാണ് ഞാൻ ക്യാമറ വെച്ചേക്കുന്നത്. പിന്നെ എന്റെ ഈ വ്ളോഗിൽ ഏറെക്കുറെ എല്ലാം വോയിസ് ഓവർ തന്നെ ആയിരിക്കും. കുറെ നാളായിട്ട് ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കാത്തതുകൊണ്ട് ആ ടച്ച് അങ്ങ് വിട്ടുപോയി. ഫൈനലി നമ്മൾ അങ്ങനെ തൊടുപുഴ എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ തൊടുപുഴ കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് ആവും. ഞാനിപ്പോ നിൽക്കുന്നത് കോളപ്പറയാണ്, അതായത് തൊടുപുഴയെന്ന് മൂലമറ്റം റൂട്ട്. ഇപ്പൊ എന്റെ മുന്നിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് ഞാൻ പഠിച്ച സ്കൂളാണ് ഗൈസ്. ഗവൺമെന്റ് LPS സ്കൂൾ കോളപ്പറ. ഞാൻ ഇടുക്കിയിലാണ് ജനിച്ചത്, ഇവിടെയാണ് പഠിച്ചതെന്നൊക്കെ ഞാൻ എന്റെ മുമ്പത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെ നിന്നൊരു വീഡിയോ എടുക്കണം. ഈ കാണുന്നതാണ് ഞാൻ പഠിച്ച ക്ലാസ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ആയിരുന്നു. അവിടെ ആ പെയിന്റ് അടിച്ചിട്ടുണ്ട്, പടം വരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം അതുപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ തന്നെ പറ്റി. എന്റെ കൂടെ ആ സമയത്ത് പഠിച്ച ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. ആകെ എനിക്ക് ഒരു കൂട്ടുകാരന്റെ പേര് മാത്രമേ അറിയത്തുള്ളൂ, ബെഞ്ചമിൻ. എനിവേ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അങ്ങനെ ഞാൻ അടുത്തൊരു സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയിരിക്കുകയാണ്. ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നുള്ള കാര്യം പറയാൻ വിട്ടുപോയി. ശരിക്കും പറഞ്ഞു നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് വാഗമണിലോട്ടാണ്. നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് കൂവപ്പള്ളി വാട്ടർഫോൾ. അതായത് കോളപ്ര കുടയത്തൂർ കഴിഞ്ഞ് റൈറ്റ് ഇലവീഴ പൂഞ്ചിറ പോകുന്ന വഴിക്കാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത്. എനിക്ക് ഈ ട്രിപ്പിൽ ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയ ഒരു കാര്യമായിരുന്നു ഫോൺ ഇങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വീഡിയോ എടുക്കുന്നത്. കാരണം എനിക്ക് ഓരോ സ്ഥലം പിന്നിട്ട് പോകുമ്പോഴും എക്സൈറ്റ്മെന്റ് കൂടും. അപ്പൊ നിങ്ങളെയും കൂടി എനിക്ക് ആ സ്ഥലം കാണിച്ചു തരാൻ വേണ്ടി തോന്നി. പിന്നെ ആരും ദയവ് ചെയ്ത് ഇത് അനുകരിക്കരുത്, റിസ്ക് കൂടുതലാണ്. ഞാൻ മാക്സിമം പുറകിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും വണ്ടിയൊന്നും ഇല്ലാന്ന് നോക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്, എന്നാലും റിസ്ക് കൂടുതലാണ്, ആരും അനുകരിക്കരുത്. പുള്ളിക്കാനമാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് മൂലമറ്റം ടച്ച് ചെയ്ത് വേണമെങ്കിൽ പുള്ളിക്കാനത്ത് എത്താൻ പറ്റും.
ശരിക്കും പറഞ്ഞാൽ ആലുവയിൽ വാഗമൺ എത്താൻ വേണ്ടി ഏകദേശം 2-2.5 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ ഞാൻ വാഗമൺ എത്തിയത് ഏകദേശം 3-3.5 മണിക്കൂർ പിടിച്ചു. കാരണം ഇതുപോലെ ഏത് സ്ഥലം കണ്ടാലും ഞാൻ കുറെ നേരം വണ്ടി നിർത്തി അവിടെ നിൽക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡെസ്റ്റിനേഷനെക്കാളും പോകുന്ന വഴികളാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഡെസ്റ്റിനേഷനിൽ എത്താനുള്ള സമയം കൂടിക്കൊണ്ടേയിരിക്കും. എന്നാലും ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കണ്ടിട്ട് പറ. ഫൈനലി നമ്മളങ്ങനെ 3-3.5 മണിക്കൂറത്തെ യാത്രക്കൊടുവിൽ അങ്ങനെ വാഗമൺ എത്തിയിരിക്കുകയാണ്. ഞാൻ താഴോട്ട് പോയിട്ട് നന്നായിട്ട് കാണിച്ചു തരാം. വീണ്ടും മഴ പെയ്യോ ഗൈസ്. ഏകദേശം ഞാൻ വാഗമൺ എത്തി ഒരു 3-4 മണിക്കൂറെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്തു. ആ 3-4 മണിക്കൂറിന്റെ ഇടയ്ക്ക് ഒരു 10-15 പ്രാവശ്യമെങ്കിലും മഴ പെയ്തു. വാഗമണിനെ ശരിക്കും ആ മഴ ഒന്ന് കുറച്ചുകൂടെ ബ്യൂട്ടിയാക്കി. കോട തീർന്നു. അതേതോ മലയുടെ മണ്ടയായിരുന്നു. ഞാൻ കുറച്ചു നേരം ടൗണിലേക്ക് കിടന്നൊന്ന് കറങ്ങിയിട്ട് പിന്നെയും കുറച്ചുകൂടെ മുമ്പോട്ട് പോയി. എല്ലാവരും പോകുന്ന കണക്ക് മൊട്ടക്കുന്ന് ഞാൻ പോയില്ല, കാരണം അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ ഈ ഒരു സ്പോട്ട് അടിപൊളിയായിരുന്നു. 1 മണിക്കൂർ കൂടുതൽ ഞാൻ ഇവിടെ മാത്രം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് എവിടെയാ കറക്റ്റ് സ്പോട്ട് എന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. നമ്മുടെ മൊട്ടക്കുന്ന് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് വന്നിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് റോഡ് ഉണ്ട്. അത് കയറി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലം കാണാൻ പറ്റും. ഏകദേശം ഞാൻ 1 മണിക്കൂർ കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ വ്ലോഗ് എത്ര പേര് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി ആരെങ്കിലും കണ്ടാൽ തന്നെ അവർക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യാൻ ശ്രമിക്കണം. എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. എന്തായാലും എന്റെ യാത്ര ഇവിടെ ഏകദേശം എൻഡ് ചെയ്യാറായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് യാത്ര ചെയ്യുക എന്നുള്ളത്. മാക്സിമം എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ ചെറിയ ചെറിയ യാത്രകൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ട് ഞാൻ നന്നായിട്ട് ഇമോഷണലി ഡൗൺ ആയിരുന്നു. ഈ ട്രിപ്പിന്റെ ലക്ഷ്യം തന്നെ അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആകുക എന്നതായിരുന്നു. എന്തായാലും ഇപ്പൊ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. നല്ല സമാധാനം തോന്നുന്നു. എത്രത്തോളം ആൾക്കാർ
ആൾക്കാർക്ക് ഇത് കണക്ട് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ കയ്യിലൊരു വണ്ടിയും പെട്രോൾ അടിക്കാൻ ഇച്ചിരി കാശും ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ചുറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ ട്രിപ്പിൽ എനിക്ക് ചെലവായിട്ടുള്ള പൈസ എന്ന് പറയുന്നത് ഈ പെട്രോൾ അടിക്കാൻ വന്ന ചെലവ് മാത്രമേ ഉള്ളൂ. നല്ല സ്ഥലങ്ങൾ കാണാനും നല്ല ആഹാരം കഴിക്കാനും എത്ര പൈസ ചെലവഴിക്കാനും കുഴപ്പമില്ല. അതൊന്നും ഒരു നഷ്ടമല്ല. ഒരു കാലത്ത് നമ്മൾ എല്ലാവരും വയസ്സാവും. അന്ന് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് കാശും ഉണ്ടായിരിക്കും. ആ സമയത്ത് മനസ്സുകൊണ്ട് നമുക്ക് എത്രയൊക്കെ യാത്ര ചെയ്യണമെന്ന് തോന്നിയാലും ശരീരം കൊണ്ട് നമുക്ക് ചിലപ്പോൾ അത് പറ്റിയെന്ന് വരത്തില്ല. നമ്മൾ ഈ വയസ്സാം കാലത്ത് ഓർക്കുന്നത് നമ്മൾ ഈ പോയ ചെറിയ ചെറിയ യാത്രകളൊക്കെ ആയിരിക്കും. അതിപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ആയിട്ട് പോയാലും ഒറ്റയ്ക്ക് പോയാലും അവിടെ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ ഒരുപാട് വ്യത്യാസമായിരിക്കും. എല്ലാവർക്കും ഇതുപോലെ നല്ല അനുഭവങ്ങൾ കിട്ടുന്ന യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ.